ഇതെന്താ 500 രൂപയുടെ നോട്ടോ? അതെ, ഇത് പ്രാങ്ക് ആണ്. ദാ നോക്ക് ക്യാമറ. ഇനി എന്തായാലും ശകലം നേരെ ഷവറിന് താഴെ നിന്നിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാം. അടിപൊളി. സ്വിമ്മിംഗ് പൂളിലെ എല്ലാ വെള്ളവും കാലിയാക്കാം. വെള്ളമില്ലാത്ത കാര്യം അറിയാതെ തോത്താറം ചാടുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. എന്താ ഇത്? വെള്ളം എങ്ങോട്ട് പോയി? എനിക്ക് നിങ്ങളോടൊരു ചെറിയ ഡൗട്ട് ചോദിക്കാനുണ്ട്. ചോദിക്കേ. ഈ ചെറിയ ABCD വലിയ ABCDനേക്കാളും എത്രമാത്രം ചെറുതാണെന്ന് പറയാമോ? എന്നാ പിന്നെ അത് പോട്ടെ, ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അതായത് ഈ വലിയ ABCD ഇല്ലേ, അത് ചെറിയ ABCDനേക്കാൾ എന്തുമാത്രം വലുതാണ്? എടാ, ഇനി മേലാൽ ഇമ്മാതിരി ഡൗട്ട് ചോദിച്ചു പോരുത്. നിന്റെ ഈ വൃത്തികെട്ട ചോദ്യത്തിന്റെ ഉത്തരം ചിന്തിച്ച് എന്റെ തലമുടി കൊഴിഞ്ഞു പോയി. ഇനി ഏതെങ്കിലും തത്തകളുടെ പാർട്ടി പോയാൽ തന്നെ പ്രാവാണെന്ന് കരുതി അവരുടെ കൂടെ പിടിച്ച് പുറത്താക്കും. ശരി, ആയിക്കോട്ടെ. എങ്കിലും അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഞാൻ. അയ്യോ വേണ്ട, ഇനി ആ തിരുവ തുറക്കാതിരിക്കുന്നതാ നല്ലത്. ഹണി സൂക്ഷിച്ച്, മുമ്പിൽ മതിലുണ്ട്. ലെഫ്റ്റിലോട്ടുള്ള വഴി ബ്ലോക്ക് ആയതുകൊണ്ട് റൈറ്റിൽ പോണോ ലെഫ്റ്റിൽ പോണോ എന്ന് ഞാൻ ചോദിക്കാൻ വേണ്ടി വരുമായിരുന്നു. ചോദ്യം ചോദിക്കാനായിട്ട് നീ സമ്മതിച്ചില്ലല്ലോ, അതുകൊണ്ടാ. അയ്യോ, ഇത് നമ്മുടെ കന്നാസാറല്ലേ? കന്നാസാറേ, അല്ല സാർ ഇവിടെ എന്ത് ചെയ്യാ? എന്റെ പിള്ളേരെ, പണ്ട് ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ആദ്യം കുടിക്കുന്നത് പാലാണ്. ആ സണ്ണി എല്ലാവരും പ്രാങ്ക് ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയാണ്. അടികൈ. ആ സണ്ണി ഒരിക്കലും നന്നാവില്ല ഖന്ന സാറേ. അതിരിക്കട്ടെ, അവൻ എന്ത് പ്രാങ്കാ ചെയ്തത്? കടയിൽ വെച്ച് ഞാൻ ചെരുപ്പിട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൻ വന്ന് ശ്രദ്ധ തിരിച്ച് ചെരുപ്പിന് പോലെ സ്കേറ്റ് ഷൂ ആക്കി മാറ്റി. സണ്ണി, നിന്റെ ഫ്രാങ്ക് വീഡിയോസ് നിർത്തിക്കോ. നീ കാരണം നാട്ടുകാർ മുഴുവൻ ബുദ്ധിമുട്ടിലായിരിക്കുക. അയ്യോ, എനിക്കെന്റെ തെറ്റുകളൊക്കെ മനസ്സിലായി. ഇനി ഞാൻ ഒരിക്കലും പ്രാങ്ക് വീഡിയോസ് ചെയ്യില്ല. എന്റെ വകയായിട്ട് ഈ പൂക്കളെ പിടിച്ചോ. അതെ പൂക്കാരൻ ചേട്ടാ, ഇവിടെ എന്റെ കൊച്ചളിയും ബണ്ണി നിൽപ്പുണ്ടായിരുന്നു. താങ്കൾ അവനെ കണ്ടായിരുന്നോ? എടാ ബണ്ണി, ഇറ്റ്സ് എ പ്രാങ്ക്. ദാ അങ്ങോട്ട് നോക്കൂ ക്യാമറ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഇപ്പൊ ശരിയാക്കി തരാം നിന്നെ. സണ്ണിതാ ബോധം കെട്ട് വീണു. സണ്ണി വേഗം എഴുന്നേൽക്ക്. പേടിച്ചേ. എടാ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു. ദാ നോക്ക് ക്യാമറ. എന്റെ അമ്മച്ചി, അതൊരു പുലിയാണല്ലോ. നീ എന്തുവായി കാണിക്കുന്നേ? കൊച്ചളി ഇങ്ങനെ പേടിപ്പിച്ചാലുണ്ടല്ലോ, അവൻ പെട്ടെന്ന് പേടിച്ചോളും. പതുക്കെ പതുക്കെ പേടിപ്പിക്കാം. മര്യാദക്ക് പേടിപ്പിക്കാടി, ഇല്ലെങ്കിൽ അവന് മനസ്സിലാവും. അയ്യോ രക്ഷിക്കണേ, പുലി പുലി, അയ്യോ അയ്യോ രക്ഷിക്കണേ. നമ്മൾ വെച്ച ടേപ്പിൽ അവൻ ശരിക്കും കുടുങ്ങി.
വേണ്ട, എന്നോട് വെറുതെ കളിക്കാൻ വരണ്ട. ഇന്നാ പിടിച്ചോ. മറ്റുള്ളവരോട് പ്രാങ്ക് ചെയ്യുമ്പോ അവരെന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെന്ന് സണ്ണി ഇപ്പോൾ മനസ്സിലാക്കും. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ, എന്നെ ആരെങ്കിലും. ഞാൻ ജയിച്ച് കാണിച്ചു തരാം. ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ തന്നെ ഉണ്ട് സർദാറെ. അത് പിന്നെ ഉണ്ടാവണമല്ലോ. വഴിയിൽ ഇതിന്റെ പാർട്സ് എങ്ങാണ് ഇളകി വീണ പോയി പെറുക്കെടുക്കാൻ ആള് വേണമല്ലോ. സംശയമുണ്ടോ? സർദാറെ, നമ്മൾ ഈ മത്സരത്തിൽ തോക്കരുത്. ജോർദാറെ, അംഗം തുടങ്ങ്. ഇപ്പോഴല്ല. ഇതിൽ ഞാൻ തന്നെ ജയിക്കും. എന്റെ സ്കൂട്ടറിന്റെ എക്സ്ട്രാ വീൽ പണി പറ്റിച്ചു. അവനെ വിട്ടേക്ക്, നീ ഓടിക്ക്. എന്താ നീ നിർത്തിക്കളഞ്ഞേ? ധൈര്യം വിട്ടുകളയരുത്. ധൈര്യത്തോടെ മുന്നേറുന്നവര് മാത്രമേ വിജയിക്കുള്ളൂ. പാട്ടുവണ്ടി കുഴി ചാടിയോ? അയ്യോ, സത്യത്തിൽ ഇപ്പൊ എനിക്കും ശരിക്കും തോന്നി തുടങ്ങി. ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ ഈ ഹാൻഡിൽ മാത്രം പിടിച്ചോണ്ട് ഓടി ഓടി എത്തേണ്ടി വരും. എന്റെ ഇപ്പോഴത്തെ ഡൗട്ട്. ഞാൻ കുറച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. നമുക്കത് ഇപ്പൊ തന്നെ പങ്കുവയ്ക്കാം. ഇതിൽ പിസയുണ്ട്. ഇതിലെ പിസ എനിക്ക്, ഈ പേട്ടി നിനക്ക്. എന്താ, സമ്മതമല്ലേ? അപ്പൊ അത് ഓക്കെ ആയി. ഇനി നമുക്ക് ഉടുപ്പുകളൊക്കെ പങ്കുവയ്ക്കാം. ഈ ഷോൾ എനിക്ക്, ഈ ഷർട്ടും കുർത്തയൊക്കെ നിനക്ക്. പക്ഷെ ഇത് നീ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തോളാം. ഓക്കേ? യെസ് യെസ്, നീ എന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്ണർ തന്നെയാണ്. ഇനിതാ നമുക്ക് ഈ കാശ് പങ്കുവയ്ക്കാം. ആരാണോ ഈ പണക്കിഴിയിൽ ആദ്യം കൈവയ്ക്കുന്നത് അവർക്കായിരിക്കും പണം മുഴുവനും കിട്ടുന്നത്.
കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആകൂ പാർട്ട്ണർ. ദാ ഇപ്പൊ നമ്മുടെ പങ്കുവെക്കലൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വരൂ, വീണ്ടും നമുക്ക് മോഷണം തുടങ്ങാം, എന്നിട്ട് അതൊക്കെ പങ്കുവെക്കാം. എന്താ, ഓക്കെ അല്ലേ? അനിയ, നീ ഇതുവഴി ഏതെങ്കിലും പാമ്പ് പോകുന്ന കണ്ടായിരുന്നോ? എന്റെ കൊച്ചലി, ആ കുതിരയുണ്ടല്ലോ, പുല്ല് കഴിക്കുന്ന തിരക്കിലായിരുന്നെന്ന് തോന്നുന്നു. പാമ്പിനെ കിട്ടി. പക്ഷെ ഈ പാമ്പ് വല്ലാണ്ട് കറുത്തിരിക്കുവാണല്ലോ. എടാ, അത് പാമ്പല്ല, ആനയുടെ തുമ്പിക്കയ്യ. അതായത് പിടിവിടറാ. ക്ഷമിക്കട ആനച്ചേട്ടാ, ഞങ്ങള് കുട്ടികളാണ്, ഞങ്ങള് വെറുതെ വിടണേ. എന്നാ ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആനച്ചേട്ടാ, ഇതുവഴി ഒരു പാമ്പ് പോകുന്ന ചേട്ടൻ കണ്ടായിരുന്നോ? അവനൊരു വലിയ കള്ളനാ. അതെ അതെ, കുറച്ചു നേരം മുമ്പ് ഇതുവഴി പോകുന്ന കണ്ടു. നിക്കടോ അവിടെ. നിനക്കങ്ങനെ ധൈര്യം വന്നു എന്റെ ബാഗ് മോഷ്ടിക്കാൻ? നിക്കടാ കള്ളപ്പാപ്പേ, എന്നെ ഇങ്ങനെ ഓടിക്കരുത്. നിക്കടാ അവിടെ. അതെ, ഒരു മിനിറ്റ്. ഇതുവഴി ഒരു പാമ്പ് വരുന്നത് താൻ കണ്ടായിരുന്നോ? അല്ല, അത് പിന്നെ സാർ, ആ പാമ്പ് ഇതുവഴി പോകുന്നത് ഞാൻ കണ്ടില്ല. അല്ല, സാറല്ലേ സിനിമയിലേക്ക് അഭിനയിക്കുന്ന ആള്, ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നൊരു കാര്യം, താൻ കുളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്ന കാര്യം മറന്നു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇനി പറയൂ, താൻ ആ പാമ്പിനെ കണ്ടോ? അല്ല, അത് പിന്നെ സാറ് പറയുന്ന പാമ്പ് അല്ല. എനിക്ക് സാറിന്റെ കൂടെ ഒരു സെൽഫി എടുത്താൽ കൊള്ളാവുന്നുണ്ട്. നോക്ക്, ഇയാളെ തന്നെയല്ലേ നമ്മൾ രാവിലെ കണ്ടത്? ആ പാമ്പിനെ കണ്ടെത്താനൊന്ന് സഹായിക്കുമോ? അത് പിന്നെ എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയില്ല സാർ. അത് പിന്നെ എനിക്ക് വളരെ അർജന്റായിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാർ. എന്നോട് ക്ഷമിക്കണം കൂട്ടുകാരെ, ഇന്ന് എന്റെ ഇടി കൊണ്ട് ഇവൻ അറിയും ഞാൻ ഏത് നാട്ടിൽ നിന്നാ വന്നിരിക്കുന്നതെന്ന്. സംശയം നാടിനെ കുറിച്ച് അവനോട് പറഞ്ഞേക്കല്ലേ. പിന്നീട് നിന്റെ നാട്ടിലുള്ള വീടുകളിലായിരിക്കും അവൻ മോഷണം നടത്തുന്നത്. നിങ്ങൾ വിചാരിച്ചിട്ട് ഈ ഒരു പച്ചില പാമ്പിനെ പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്നെ എങ്ങനെ പിടിക്കാൻ പോകുന്നെന്ന് എനിക്കൊന്ന് കാണണം. എല്ലാ കള്ളന്മാരുടെ വിചാരം ഇത് തന്നെയാ, ആർക്കും അവരെ പിടിക്കാൻ കഴിയില്ലെന്ന്. പഴയ സിനിമകളെടുത്ത് നോക്കിയാൽ കാണാം അവസാനം കള്ളന്മാർ പിടിക്കപ്പെടുന്നേ. എടാ, അങ്ങനെ നിന്നെ ഞങ്ങളെ കൈയോടെ പിടികൂടി. പോപ്പട്ടെ, അതൊരു പാമ്പാണ്. അപ്പൊ പിന്നെ കൈയോടെ പിടികൂടി എന്ന് പറഞ്ഞാ ആരും വിശ്വസിക്കില്ല. അവനാകെ തലയും വാലും മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് ഉള്ളതാണെങ്കിൽ നല്ല കുരുട്ടുബുദ്ധിയും. ഒരാൾ സ്കെച്ച് ചെയ്തിട്ട് പതിയെ അയാളുടെ പുറകെ കൂടും. തല മുതൽ കാല് വരെ അഴിഞ്ഞ് മൊത്തത്തിൽ അയാളെ കൊള്ളയടിക്കും. അയ്യോ സാറേ, തലയിലും കഴുത്തിലും കാലിലും മാത്രമല്ല കയ്യിലും ഉണ്ട്. ഞാൻ ചുമ്മാ കൈ ഒന്ന് അവോയ്ഡ് ചെയ്തതാണ്. ഇപ്പൊ താൻ തന്നെ കൈന്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് അയ്യോ, എന്നെ തല്ലിക്കൊല്ലല്ലേ. ഈ ദിവസം മുഴുവനും നിങ്ങൾ തല്ലാൻ പോവാണ് എന്നെ. ഞാനൊരു പാവം കള്ളനാണെന്നേ. അയ്യോ, ജനങ്ങളുടെ വീടുകളിൽ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇനി വീടിന്റെ വാതിലെങ്ങാനും അടയ്ക്കാൻ മറന്നോ? എന്ത് മോഷണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി വാതിലടയ്ക്കാം. ജനലൊന്നും തുറന്നിട്ടില്ലല്ലോ. പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ജനലുകളും അടച്ചു. ജനൽ അടച്ചിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അനിയ. കാരണം കള്ളൻ പാമ്പാണ്. എങ്ങനെങ്കിലും അകത്ത് കടന്ന് മോഷണം നടത്തിയിട്ട് പോകും. പിന്നീട് ആ പാമ്പ് എങ്ങോട്ടാണ് മുങ്ങുന്നതെന്ന് ആർക്കും പിടികിട്ടത്തില്ല അനിയ.
ഇതാ കള്ളം പാമ്പാണെന്നാ തോന്നുന്നേ. എന്റെ ചേട്ടാ, ഇതുവഴി ഏതെങ്കിലും ഒരു പാമ്പ് പോകുന്നത് അങ്ങ് കണ്ടായിരുന്നോ? പച്ച നിറത്തിലുള്ള പാമ്പ്, അതും ഒരു കോബ്ര. നിങ്ങൾ ഇപ്പൊ അതിനെയാണോ അന്വേഷിച്ച് നടക്കുന്നത്? നിങ്ങൾക്കത് കിട്ടിയോ സാർ? എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അതിനെ കണ്ടായിരുന്നോ? അല്ല, അത് പിന്നെ ഞാൻ കണ്ടില്ല. എന്റെ ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ അത് ആ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കാണണം. അയ്യോ, എന്റെ ലെഫ്റ്റിലേക്ക് അല്ല സാർ പറഞ്ഞത്, നിങ്ങളുടെ ലെഫ്റ്റിലേക്കാണ്. ചിലപ്പോ പറയാൻ പറ്റില്ല സാർ. നിങ്ങളുടെ ലെഫ്റ്റ് ആ പാമ്പിന്റെ റൈറ്റ് ആണെങ്കിലോ? പക്ഷേ പാമ്പുകൾക്കാണെങ്കിൽ സാധാരണ കൈ ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ പിന്നെ അവർക്ക് ഏതാ റൈറ്റ്? കൊച്ചലിയ, എനിക്ക് തോന്നുന്നതേ ഇയാള് നമ്മളെ വെറുതെ പറ്റിക്കുകയാണെന്നാണ്. നിങ്ങളെ സഹായമൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. അയ്യോ. ചോർത്താരെ, ഇതാ നോക്കും വണ്ടി വീട്. വല്ലാത്ത കഷ്ടം തന്നെ. സ്കൂട്ടറിന്റെ അവസ്ഥ മോശമാണ് ജോർദാറെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. താജ്മഹലിനേക്കാളും പഴക്കമുണ്ട് ഈ സ്കൂട്ടറിന്. സംശയമുണ്ടോ? എനിക്കിപ്പോ അല്പസ്വല്പം സംശയമില്ലാതെ ഇല്ല. താജ്മഹൽ വളരെ പുരാതനമായിട്ടുള്ള ഒന്നാണ്. അന്നൊക്കെ സ്കൂട്ടർ ഉണ്ടായിരുന്നോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവന്റെ നോളജിലും കഴുത കയറി കൈവച്ചിട്ടുണ്ട്. എടാ, പോപ്പട്ട് ഒരു ഉപമ പറഞ്ഞതാ. എന്റെ സ്കൂട്ടർ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. പ്ലീസ് ഇതിനെ ഒന്നും പറയരുത്. ഓഹോ, എന്ത് പറ്റി കുട്ടികളെ? സ്കൂട്ടർ റിപ്പയർ ആയി പോയി മാഡം. ഇത് കേടായെന്നല്ല, കോടാലി ആയെന്നാ പറയണ്ടേ. സംശയമുണ്ടോ? ഇപ്പൊ പോകുന്ന വഴിക്ക് ഓരോ പാർട്സ് ആയിട്ടാ വീണോണ്ടിരിക്കുന്നത്. ഓഹോ, അതിന് സാരമില്ല. ഇത് അബ്ദുളിന്റെ ഗാരേജിൽ റിപ്പയറിംഗിന് വേണ്ടി കൊടുത്തേക്ക്. എന്നിട്ട് സ്കൂട്ടറായിട്ട് വീട്ടിലോട്ട് പോയിക്കോളൂ. ഇന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വളരെ നേരത്തെ വീട്ടിലെത്തും. എന്നിട്ട് നമുക്ക് ഇന്ന് സിനിമ കാണാം. ഓക്കെ കുട്ടികളെ. മാഡം, ഞങ്ങളിപ്പോ സ്കൂട്ടറോടൊപ്പം തന്നെ ഒരു സ്കൂട്ടിയും കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു മാഡം. അയ്യോ, ആ സ്കൂട്ടർ ഞാൻ അബ്ദുളിനോട് സ്ക്രാബിൽ കൊടുക്കാനാ പറഞ്ഞത്. എനിക്കത് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആ പഴയ സ്കൂട്ടർ നന്നാക്കി എടുക്കാൻ താല്പര്യമുണ്ടെന്ന്. ഓഹോ, ആഹാ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അബ്ദുളിനെ ചെന്ന് കണ്ട് അത് കൊടുക്കണ്ടെന്ന് പറയാം. മേഡം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓഫീസിലേക്ക് പോയിക്കോളൂ. അബ്ദുളിന്റെ അടുത്ത് ഞങ്ങൾ പോയിക്കോളാം. എനിക്ക് സ്കൂട്ടർ തിരിച്ചു വേണം കൂട്ടുകാരെ. ആ സ്കൂട്ടർ എത്ര കാലം കൂടി നമ്മുടെ കയ്യിലുള്ളതാണ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്കൂട്ടറാണ്. ഞാനത് ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കുകയില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് ആ സ്കൂട്ടറിനോട് ഇത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ? എന്നാവാ, നമുക്ക് പോയി ആ സ്കൂട്ടർ തിരിച്ചെടുക്കാം. പക്ഷെ ആ സ്കൂട്ടർ കിട്ടിയിട്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അത് ജോർദാർ എന്താ ചെയ്തോട്ടെ. നിനക്ക് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഇല്ല, പോവാം. നിങ്ങളോ? കൊറേ നാളായല്ലോ നിങ്ങൾ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. എന്താ, എന്ത് പറ്റി? ചേട്ടന് ഞങ്ങളെ കാണണമെങ്കിൽ വീട്ടിൽ വന്നാ പോരെ? എന്റെ പൊന്ന് മരമണ്ടാ, ഞാൻ ചുമ്മാ ഒരു കുശലം ചോദിച്ചെന്നേ ഉള്ളൂ. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ചായയോ കാപ്പിയോ മറ്റോ വേണോ? അല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ആ സ്കൂട്ടർ മോൻ കൊണ്ടുപോയിരിക്കയാണ്. താനെന്താ ഞങ്ങള് മണ്ടന്മാരാണെന്ന് വിചാരിച്ചോ? സ്കൂട്ടറിന് എങ്ങനെയാ മോനുണ്ടാവുന്നത്? എടാ മണ്ട, എന്റെ മോനാ കൊണ്ടുപോയത്. അപ്പൊ പിന്നെ നിങ്ങളുടെ മോനെ കൊണ്ട് ആരാ പോയത്? അയ്യോ, അയാളുടെ മോൻ കൊണ്ടുപോയെന്നാടാ പറഞ്ഞേ.
സ്കൂട്ടർ എങ്ങോട്ടാ കൊണ്ടുപോയത്? ഓ അതാണോ? ഇവിടെ അടുത്ത് പഴയ വണ്ടികളുടെ റേസിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു ഈ സ്കൂട്ടർ കൂടെ കൊണ്ടുപോകാൻ. അതാണെങ്കിൽ ജാംബോന്റെ കാലം തൊട്ടേ ഉള്ള സ്കൂട്ടർ ആണല്ലോ. എടോ എന്റെ സ്കൂട്ടറിന് അങ്ങനൊന്നും പറയരുത്. ഇപ്പൊ അത് നിങ്ങളുടെ സ്കൂട്ടർ അല്ലല്ലോ. ഖാഡ്കർ മാഡം ആ സ്കൂട്ടർ ഞങ്ങളോട് എടുത്തോളാൻ പറഞ്ഞതാ. അത് ഗ്രീസ് ഇട്ടെടുത്തു. ഗ്രീസ് തുടച്ചു കളഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്ക്. അതിനെന്താ, ആ സ്കൂട്ടർ നിങ്ങൾ തന്നെ എടുത്തോ. ആ റേസ് കഴിഞ്ഞ് അവൻ ഇപ്പൊ തന്നെ എത്തും. നിങ്ങൾ എടുത്തോണ്ട് വെക്കോ അത്. അല്ലെങ്കിൽ അത് പാട്ട വണ്ടിയാ, അതുകൊണ്ട് പാട്ടപ്പെരക്കാർക്ക് എടുത്തോണ്ട് കൊടുക്കണം. എന്നാ ഞങ്ങൾ അവിടെ പോയി ആ സ്കൂട്ടർ തന്നെ കൊണ്ടുവരാം. നിങ്ങൾക്ക് ഏതായാലും ഒരു പുതിയ ഷർട്ട് കിട്ടിയല്ലോ, പിന്നെ ആ കീറിയ ഷർട്ട് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് നിങ്ങൾ മ്യൂസിയത്തിൽ കൊണ്ടുപോയി തൂക്കിയിട്ടോളാം. സംശയമുണ്ടോ? സോർദാറിന് ഇഷ്ടപ്പെട്ട സ്കൂട്ടർ അത്. സോർദാറും ആ സ്കൂട്ടറും തമ്മിൽ സഹോദര ബന്ധമാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തേക്ക്. വരൂ കൂട്ടുകാരെ. ഈ സ്റ്റോർ ബെസ്റ്റ്. ഡോഗിയാണ് ബെസ്റ്റ്. ബാക്കിയുള്ള ആനിമൽസ് വീട്ടിൽ ചെയ്യണം റെസ്റ്റ്. കള്ളന്മാരെയും കൊള്ളക്കാരെയും പറപ്പിക്കും. ഗുണ്ടകളെ ഫുട്ബോളായി തട്ടിക്കളിക്കും. നാട്ടുകാരെ വെട്ടിലാക്കിയാൽ വട്ടം കറക്കും. യോയോ വട്ടം കറക്കും. ഡോഗിയാണ് ഈ നാട്ടിൽ എന്നും ബെസ്റ്റ്. ഈ സ്റ്റോർ ബെസ്റ്റ്. ഡോഗിയാണ് ബെസ്റ്റ്. കണ്ടു ആ മരത്തിൽ പക്ഷികളുടെ നെസ്റ്റ്. ഈ സ്റ്റോർ ബെസ്റ്റ്. ഡോഗിയാണ് ബെസ്റ്റ്. എടാ നീ എന്തായി കാണിച്ചത് പോപ്പർ? എടാ നിന്റെ ഈ പാട്ട് കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഞാൻ ഇതിന്റെ ഈ കാസറ്റ് വലിയുന്ന ശബ്ദം മാത്രം കേട്ട് ഡാൻസ് കളിക്കുന്നത്. അതിന്റെ ശബ്ദത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ. റേഡിയോ എന്റെ അടുത്ത് തന്നേക്ക് പോപ്പർ. നിനക്ക് എന്ത് പറ്റി സോർദാറെ? വട്ട് പിടിച്ചോ? അങ്ങോട്ട് മാറിയിക്കേ. ഹണി, എന്റെ ജ്യൂസിന്റെ ഗ്ലാസ് ഒന്ന് എടുത്തു തരൂ. നിനക്കെന്താ കണ്ണ് കണ്ടൂടെ? ഇതാ നോക്കിയേ, എന്റെ രണ്ട് കൈയും ബിസിയാണ്. കുഴപ്പമില്ല, ഞാൻ തന്നെ പോയി എടുത്തോളാം. എടാ ഹണി, താങ്ക് യു. ഇന്ന് നിന്റെ മടി കാരണം ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ റേഡിയോന്റെ പുറത്ത് കൊണ്ടേനെ.